ഫ്രണ്ട്ലി PSC, ഞാൻ ആര്യ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th ലെവൽ പ്രാഥമിക സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളാണ് നോക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആ പാർട്ടും കൂടെ കാണുക, പ്ലേലിസ്റ്റിലുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന സിലബസിൽ പറയുന്ന ഭാഗത്തിന്റെ രണ്ടാം പാർട്ടാണ്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സങ്കരയിനം വിത്തുകളാണ്. കുറേ നാളുകളായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് സങ്കരയിനം വിത്തുകൾ കോഡ് വെച്ച് ചെയ്യാവുന്നുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ കോഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കാര്യം മനസ്സിലാക്കി തരും, അതുപോലെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള കോഡും പറഞ്ഞുതരും. അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ കുറേ വിത്തുകളൊക്കെ ഓർക്കാൻ കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സങ്കരയിനം വിത്തുകൾ, അപ്പോൾ എന്താണ് ഈ സങ്കരയിനം വിത്തുകൾ അഥവാ ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ അഭിലഷണീയ ഗുണങ്ങൾ ചേർത്തിട്ട് നല്ല ഗുണങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നല്ല പാരൻസ്, അപ്പൊ നല്ല ഗുണങ്ങളുള്ള പാരൻസുകളെ ക്രോസ് ചെയ്തിട്ട് നല്ല ഗുണങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രവർത്തനത്തിനാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗസങ്കരണം എന്ന് പറയാം. അപ്പൊ വർഗസങ്കരണത്തിലൂടെ ഉണ്ടാവുന്ന നല്ല ഇനം അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഹൈബ്രിഡ്സ് അഥവാ സങ്കര ഇനം എന്ന് പറയുന്നത്, സങ്കര ഇനം വിത്തുകൾ. അപ്പൊ നമ്മൾ പ്രധാന സങ്കര ഇനം വിത്തുകളുടെ പേര് നോക്കുകയാണ്. അപ്പൊ SCRT ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ SCRTയിൽ എല്ലാ സങ്കര ഇനം വിത്തുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡീഷണൽ PSCക്ക് ചോദിക്കുന്ന കുറച്ച് സങ്കര ഇനം വിത്തുകളുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തെങ്ങ് നോക്കാം. അപ്പോൾ SCRTയിൽ ഞാനിങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതൊക്കെ SCRT ആണ്, ഓർത്ത് വെക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചത് സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷനിൽ വന്നതോ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതോ ഒക്കെയാണ് ഈ സ്റ്റാർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തെങ്ങില് ഒരെണ്ണം കൂടെ വിട്ടുപോയിട്ടുണ്ട്. ആ തെങ്ങില് ഒരു മലയൻ ഡ്വാർഫ് കഴിഞ്ഞ LDCക്ക് ചോദിച്ചതാണ്. അപ്പൊ അത് സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ മലയൻ ഡ്വാർഫ് കഴിഞ്ഞ LDCക്ക് ചോദിച്ചതാണ്. അപ്പൊ നമുക്ക് പ്രധാന തെങ്ങിനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. അനന്തഗംഗ, കേരഗംഗ, മലയൻ ഡ്വാർഫ്. അപ്പോ ഗംഗ ചേർത്തിട്ട് വരുന്നത് വെച്ച് ഓർക്കുക. പിന്നെ മലയൻ ഡ്വാർഫ് നമുക്ക് എങ്ങനെ ഓർക്കാം? കേരളത്തിലെ മലകളുടെയൊക്കെ അവിടെ ചെറിയതായിട്ട് ഇങ്ങനെ ഡ്വാർഫായിട്ട് ഉണ്ടാക്കി നിൽക്കുന്ന ഏതാണ്? തെങ്ങാണ് അല്ലെ. അപ്പൊ മലകളിലൊക്കെ കൂടുതലും തെങ്ങാണ്. അപ്പൊ മലയൻ ഡ്വാർഫ് ഓർക്കുക. പിന്നെ ഇനി ടെക്സ്റ്റിൽ പറയുന്നതാണ് ചന്ദ്ര ലക്ഷ, ചന്ദ്ര ശങ്കര, ലക്ഷ ഗംഗ. അപ്പൊ ഗംഗ വെച്ചിട്ട് അവസാനിക്കുന്ന കൂടുതലും ഏതാ? തെങ്ങിന്റെ സങ്കരയിനങ്ങളാണ് അല്ലെ. അപ്പൊ ഗംഗയുമായിട്ട് അങ്ങ് ലിങ്ക് ചെയ്തിട്ട് ഗംഗ തെങ്ങാണ് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. അപ്പോൾ ഈ ലക്ഷദ്വീപ് ഒക്കെ വെച്ചിട്ടൊന്ന് ഓർക്കാം, അവിടെയും തെങ്ങൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ചന്ദ്രലക്ഷ ഓർക്കാം. പിന്നെ ചന്ദ്രശങ്കര, ശങ്കരാചാര്യരുടെ ദേശത്ത് സംസാരിക്കുന്ന ഭാഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പൊ ശങ്കരാചാര്യരുടെ നാട്ടില് ഉള്ള തെങ്ങ് എന്നുള്ള രീതിയിൽ ചന്ദ്രശങ്കരെ ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ചന്ദ്രലക്ഷയും ചന്ദ്രശങ്കരയും ലക്ഷഗംഗയും അനന്തഗംഗയും കേരഗംഗയും പിന്നെ മലയിലുള്ള ഡ്വാർഫായിട്ട് നിൽക്കുന്ന തെങ്ങ് എന്നുള്ള രീതിയിൽ മലയൻ ഡ്വാർഫും ഓർത്തു വയ്ക്കുക. അതിൽ മലയൻ ഡ്വാർഫും ലക്ഷഗംഗയും ഓൾറെഡി വന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഏകദേശം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇനി അടുത്തത് ഇപ്പൊ ഇവിടെ ഏതൊക്കെ തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് ഇതുണ്ടായെന്നുള്ളത് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ വേണമെന്നുള്ളവർ അതും കൂടെ ഒന്ന് ജസ്റ്റ് വായിക്കുക. ഇത് SCRTയിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആണ്. ഇനി അടുത്തത് പ്രധാന നെല്ലിനം, പ്രധാന അരി ഇനങ്ങളാണ് നെല്ലിനങ്ങൾ. അപ്പൊ പ്രധാന നെല്ലിനങ്ങൾ ശബരി, അനശ്വര, ഹ്രസ്വ, പവിത്ര, കാർത്തിക, ജ്യോതി, ഹർഷ, മനുപ്രിയ. അപ്പൊ ഇത് ഓർക്കാനായിട്ട് ഞാൻ ചെറിയ കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോഡ് പറയാൻ പോവാണ്. അപ്പോൾ നെല്ല് എങ്ങനെ ഓർക്കാം? അപ്പൊ നെല്ല് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചോറുണ്ണതാണ് വരുന്നത്. അപ്പൊ കുറച്ച് പേര് ശബരിമലയിൽ പോയിട്ട് അന്നദാനം കഴിക്കുന്നതായിട്ടാണ് ഞാൻ കോഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ശബരിമലയിൽ അന്നദാനം ഉണ്ടല്ലോ. അപ്പൊ ഈ അന്നപൂർണ എന്നുള്ളത് അന്നദാനമായിട്ട് ഓർക്കുക. അപ്പൊ കോഡ് പറയാൻ പോവാണ്. ശബരിമലയില് അനശ്വരമായിട്ട് ഹ്രസ്വ നേരത്തേക്ക് തെളിയുന്ന പവിത്രമായ കാർത്തിക ജ്യോതി തെളിയുമല്ലോ, മകരജ്യോതി. അപ്പോ ശബരിമലയില് അനശ്വരമായിട്ട് ഹ്രസ്വനേരം പവിത്രമായിട്ട് തെളിയുന്ന കാർത്തിക ജ്യോതി. അപ്പൊ അത് കാണാനായിട്ട് ആരൊക്കെ പോയി? ഹർഷനും മനുവും കൂടെ. ഭയങ്കര സന്തോഷത്തോടെയാണ് ഹർഷനും മനുവും കൂടെ പോയി. അപ്പൊ അവർക്ക് നന്നായിട്ട് കാണാൻ പറ്റി. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ മകരജ്യോതി തൽക്കാലം നമ്മൾ പവിത്രമായ കാർത്തിക ജ്യോതി എന്നുള്ള രീതിയിലാക്കുക. അപ്പൊ ഈ കാർത്തിക ജ്യോതി കണ്ട സന്തോഷത്തിൽ എന്തായി? ഈ ഹർഷനും
മനുവിനും കിട്ടിയ അന്നമില്ലേ, കിട്ടിയ അന്നദാനം പൂർണ്ണമായിട്ട് കഴിക്കാൻ പറ്റി. നമുക്ക് സന്തോഷം വരുമ്പോൾ ഒരു തുള്ളി പോലും ഫുഡ് വേസ്റ്റ് ആക്കില്ല. അവരെന്ത് ചെയ്തു, അവരുടെ അന്നദാനം പൂർണ്ണമായിട്ട് അങ്ങ് കഴിച്ചു. ഓക്കെ, അപ്പൊ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അരിയായിട്ട് ബന്ധപ്പെടുത്തി, അന്നദാനവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്കത് പഠിക്കാൻ പറ്റി. അതുപോലെ സ്റ്റാർ ഇട്ടിരിക്കുന്ന ശബരിയും കാർത്തികയൊക്കെ ഓർത്തു വെക്കുക. അതുപോലെ ത്രിവേണിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ശബരിമലയിൽ അന്നദാനം വെച്ചിട്ട് ആ കോഡ് വെച്ചിട്ട് നമ്മളത് പഠിച്ചു. അപ്പൊ ശബരിമലയിൽ അനശ്വരമായിട്ട് ഹ്രസ്വനേരത്തേക്ക് തെളിയുന്ന പവിത്രമായ കാർത്തിക ജ്യോതി കണ്ട് സന്തോഷത്തോടെ ഹർഷനും മനുവും കൂടെ ആ സന്തോഷം കാരണം എന്താ, അവർക്ക് കിട്ടിയ അന്നദാനം സന്തോഷത്തോടെ പൂർണ്ണമായിട്ടും കഴിച്ചു. നിങ്ങൾക്ക് ഏകദേശം കിട്ടി കാണുമല്ലോ. ഒരു കോഡും ഇല്ലാതിരിക്കുന്നതിലും ഭേദമാണ് ഇങ്ങനെ കോഡ്. ഞാൻ ഇങ്ങനെ സാധാരണ ചെയ്യാറില്ല. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന റിലേറ്റഡ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ കോഡ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തത് പയറാണ്. അപ്പൊ ഇതും SCRT ആണ്, അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് SCRT. അപ്പൊ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അപ്പൊ അത് ഓർക്കാനായിട്ട് നമ്മളൊരു കഥ ചെയ്യാണ്. അപ്പൊ പയറിന്റെ കോഡ് പറയാൻ പോവാണ്. പയറ് കൊണ്ടുള്ള ലോലമായിട്ടുള്ള മാല ഉണ്ടാക്കി. അപ്പൊ ലോലമായിട്ടുള്ള മാലയിൽ നിന്ന് ലോലയും മാലികയും ഓർക്കുക. മാല ഉണ്ടാക്കി അണിഞ്ഞാൽ എന്താണ് ഒരു വിശ്വാസം? ഭാഗ്യം ഉണ്ടാവുമെന്ന്. ഭാഗ്യവും ലക്ഷ്മി പണം, ഭാഗ്യവും കാശും ഒക്കെ ഉണ്ടാവുമെന്ന് ജ്യോതിഷ പ്രകാരം ഒരു വിശ്വാസം ഉണ്ടെന്നുള്ള രീതി. വിശ്വാസമൊന്നുമില്ല, മാലയൊന്നും കോർത്താരും ഇടരുത്. അപ്പോൾ ജ്യോതിഷപ്രകാരം വിശ്വാസമുണ്ട്. അപ്പൊ ജ്യോതിഷം വെച്ചിട്ട് ജ്യോതിക ഓർക്കുക. മറ്റത് വെറും ജ്യോതിയാണ്, ഇത് ജ്യോതിക. അപ്പൊ ജ്യോതിഷപ്രകാരം എന്താ വിശ്വാസമുള്ളത്? ലോലമായിട്ടുള്ള മാല കോർത്തിട്ടാല് ഭാഗ്യവും ലക്ഷ്മിയൊക്കെ ഉണ്ടാവും. ഭാഗ്യലക്ഷ്മി ഉണ്ടാവുന്ന ജ്യോതിഷപ്രകാരത്തിൽ നിന്ന് ജ്യോതിക ഓർക്കുക. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. പയറുമാല ജ്യോതിഷപ്രകാരം, ഭാഗ്യലക്ഷ്മി ലോലമായിട്ടുള്ള മാല. അപ്പൊ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അപ്പൊ ഇത്രയേറെ കുറെ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാം. അടുത്ത പ്രധാന സങ്കരയിനം പച്ചമുളകിന്റെയാണ്. പച്ചമുളകിന്റെ പ്രധാന സങ്കരയിനങ്ങളാണ് ജ്വാലാമുഖി, ജ്വാലാസാക്ഷി, ഉജ്ജ്വല, അനുഗ്രഹ, ജ്വാല. അപ്പൊ ജ്വാല എന്ന് കേൾക്കുമ്പോൾ തന്നെ മുളക് ഒത്തിരി തിന്നുമ്പോൾ എന്താ, നമുക്ക് മൊത്തത്തിൽ ഒരു ജ്വാലയല്ലേ, മൊത്തത്തിൽ അങ്ങ് പുകയാണ് അല്ലെ, പുകയുന്ന ജ്വാല പോലാണ്, നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എരിയും. അപ്പൊ ആ ജ്വാല വെച്ചിട്ട് അത് ഓർക്കാം. പിന്നെ അനുഗ്രഹ. അപ്പൊ ഈ അനുഗ്രഹം കിട്ടുമ്പോ ഇങ്ങനെ വെക്കില്ലേ. അപ്പൊ ഈ മുളക് കഴിക്കുമ്പോഴും നമ്മൾ അയ്യോ എരിയുന്നേ എന്ന് പറഞ്ഞ് ഈ അനുഗ്രഹം കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ലേ, മൊത്തത്തിൽ അങ്ങ് പുകഞ്ഞ് തുള്ളി ചാടി ആകെ ഒരു വെപ്രാളം അല്ലെ. അപ്പൊ അനുഗ്രഹയും അതുപോലെ ഓർത്തു വെക്കുക കേട്ടോ, അനുഗ്രഹം. അപ്പൊ ഇത്രയും കിട്ടി കാണുമല്ലോ. ആ ജ്വാല വെച്ചിട്ട് അങ്ങ് കിട്ടാം. പിന്നെ അനുഗ്രഹ അങ്ങനെ തുള്ളി വരുന്നതും ഓർത്താൽ മതി. ഓക്കെ, അടുത്തത് പാവല് ഓർക്കാൻ എളുപ്പമാ. ഞങ്ങളെല്ലാം പായിലാണെന്ന് പറയുന്ന പോലെ പാവല്, എല്ലാരും പായില. പ്രിയങ്ക, പ്രീതി, ഒരു പ്രാസം അങ്ങോട്ട് ഓർത്താൽ മതി. പ്രിയങ്ക അല്ലെ, പ്രിയങ്ക, പ്രീതി, പാവൽ, എല്ലാരും പായാണ്. പ്രിയങ്ക, പ്രീതി, പാവൽ. പ്രിയങ്ക, പ്രീതി, പാവൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് വെണ്ടയാണ്. അപ്പൊ വെണ്ടയുടെ പ്രധാന സങ്കര ഇനങ്ങള് കിരൺ, സൽകീർത്തി, അർക്ക, അനാമിക. അപ്പോൾ അത് ഓർക്കാന് കിരൺ ഒരു പയ്യന്റെ പേരാണെന്ന് ഓർക്കുക, കിരൺ. അപ്പൊ വെണ്ട നമ്മൾ തൽക്കാലം വേണ്ട എന്നാകുകയാണ്. അപ്പോൾ കിരണിന് ഈ പറയുന്ന അനാമികയോട് ഭയങ്കര ദേഷ്യം, എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ കിരണിന് നമ്മളെ അനാമികയോട് ഭയങ്കര ദേഷ്യം. അവളെ അറക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സൽകീർത്തി പോകുമല്ലോ എന്ന് വെച്ച് വേണ്ട, ക്ഷമിച്ചേക്കാം. കിട്ടിയോ? അപ്പൊ കിരണിന് നമ്മുടെ അനാമികയെ അറുക്കണം, അറുത്തങ്ങോട്ട് ശരിയാക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്ര നാള് ഉണ്ടാക്കിയ സൽകീർത്തി പോകുമല്ലോ എന്ന് ഓർത്തും തൽക്കാലം അറക്കണ്ട, വിട്ടേക്കാം, വേണ്ട. കിട്ടിക്കാണുമല്ലോ അല്ലെ. അപ്പോ നമ്മുടെ കിരണ് സൽകീർത്തി ഭയന്ന് അനാമികയെ അറക്കാതെ വിട്ടു. വേണ്ടാന്ന് വെച്ചു വേണ്ട. അപ്പൊ നമ്മുടെ സൽകീർത്തി കാരണം അറക്കാതെ അനാമികയെ വെറുതെ വിടുന്ന നമ്മുടെ കിരൺ. അപ്പൊ വേണ്ടാന്ന് വെക്കുന്ന കിരൺ ഓർക്കുക കേട്ടോ. അപ്പൊ കിരണ്, സൽകീർത്തി, അർക്ക, അനാമിക. മറക്കോ? ഇല്ല. ഇനി അടുത്ത വഴുതനയാണ്. വഴുതനയുടെ നിറത്തി വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. നിങ്ങളുടെ വീട്ടിലൊക്കെ വഴുതന കാണില്ലേ? ചില വഴുതനങ്ങ ഏകദേശം വൈറ്റ് കളർ ആയിരിക്കും, ചിലത് ഏകദേശം നല്ല കരിപ്പച്ച കളറായിരിക്കും, ചിലത് നല്ല നീല കളറായിരിക്കും. അത് വെച്ചിട്ട് തന്നെ നമുക്ക് കോഡിങ് ചെയ്യാം. അപ്പോ പ്രധാന സങ്കരയിനം വഴുതനകളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അപ്പൊ നമ്മുടെ വഴുതന ഇങ്ങനെ മരത്തെ ഉണ്ടായി കിടക്കാണ്, ചെടിയിൽ ഉണ്ടായി കിടക്കാണ്. പെട്ടെന്ന് അതുമേൽ സൂര്യപ്രകാശം വന്ന് പതിക്കും. സൂര്യപ്രകാശം ആദ്യം പതിക്കുമ്പോൾ നമുക്കത് ശ്വേതമായിട്ട് തോന്നും, വെള്ള കളറായിട്ട്. ശ്വേതം വെള്ളമാണല്ലോ, മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം വന്ന് നമ്മുടെ ഈ പറയുന്ന വഴുതനങ്ങയിൽ കൊള്ളുമ്പോൾ നമുക്ക് എന്ത് തോന്നും?
വഴുതനയിൽ കൊള്ളുമ്പോൾ ആദ്യം നമുക്ക് ശ്വേതമാണെന്ന് തോന്നും, വെള്ള വഴുതനയാന്ന് തോന്നും. കുറച്ചുകൂടെ വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് എന്ത് തോന്നും? വെള്ളയല്ല, പച്ച വഴുതനയാന്ന് തോന്നും. കുറച്ചുകൂടെ ഹരിതം പച്ച വഴുതനയാന്ന് തോന്നും. കുറച്ചുകൂടെ വെയിൽ കൊള്ളുമ്പോൾ അയ്യോ അല്ല കേട്ടോ, നീല കളറാണ്. അപ്പൊ 3 വഴുതനയുടെയും പേരുമായി, സൂര്യപ്രകാശം കൊള്ളുന്നു എന്നുള്ളതിൽ സൂര്യയായി. അപ്പൊ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. വഴുതനയിൽ വെയിൽ കൊള്ളും, സൂര്യപ്രകാശം കൊള്ളും വെച്ചിട്ട് സിമ്പിളായിട്ട് പഠിച്ചില്ലേ? ഇനി അടുത്ത തക്കാളിയാണ് കേട്ടോ, തക്കാളി. അപ്പൊ തക്കാളിയുടെ പ്രധാന ഇനങ്ങള് ശക്തി, മുക്തി, അനഘ, അക്ഷയ. ശക്തിക്ക് ഞാനൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്, ഓർക്കുക. അപ്പൊ ശക്തി, മുക്തി, അനഘ, അക്ഷയ. അത് ഓർക്കാനായിട്ട് നമ്മുടെ അനഘ അക്ഷയയിൽ പോയ ഒരു കഥയുമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ അനഘ തൽക്കാലം PSCയുടെ ആപ്ലിക്കേഷൻ അയക്കാൻ പോയതാക്കാം കേട്ടോ. അപ്പൊ അനഘ PSCയുടെ ആപ്ലിക്കേഷൻ അയക്കാൻ എവിടെ പോയി? അനഘ അക്ഷയയിൽ പോയി. അക്ഷയയിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. പുള്ളിക്കാരിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ, ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പൊ ക്ഷീണത്തിൽ നിന്ന് മുക്തി നേടി ശക്തി നേടാൻ എന്ത് കഴിച്ചു? തക്കാളി കഴിച്ചു. അപ്പൊ നമ്മുടെ അനഘ എന്താ ചെയ്തേ? അക്ഷയയിൽ പോയി ക്യൂ നിന്നപ്പോൾ ക്ഷീണം വന്നു. ക്ഷീണത്തിൽ നിന്ന് മുക്തി നേടി ശക്തി കിട്ടാൻ തക്കാളി കഴിച്ചു. കിട്ടിക്കാണുമല്ലോ അല്ലെ? അപ്പൊ അക്ഷയയിൽ പോയപ്പോ തക്കാളി കഴിച്ച കാര്യം ഓർത്താല് അനഘ ശക്തി മുക്തിയൊക്കെ നേടി. അപ്പൊ അതിൽ നിന്ന് തക്കാളിയുടെ പ്രധാന സങ്കരയിനമാണ് ശക്തി, മുക്തി, അനഘ, അക്ഷയ. അക്ഷയ പോയ അനഘ, മുക്തി, ശക്തി, തക്കാളി ഓർക്കുക, കിട്ടും. ഓക്കെ. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോവാ, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. 10 മിനിറ്റ് ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്താൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം. അപ്പൊ ഇത്രയും കിട്ടി കാണുമല്ലോ. അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത പ്രധാന സങ്കര വിത്ത് ഗോതമ്പിന്റെ ഏതാണ്? ഗിരിജ, സൊണാലിക, കല്യാൺ സോന. അപ്പൊ സോന ഹിന്ദിയിൽ സ്വർണ്ണമാണല്ലോ. പിന്നെ നമ്മൾ പറയില്ലേ നല്ല ഗോതമ്പിന്റെ നിറം എന്ന് പറയില്ലേ? അപ്പൊ ഏകദേശം ഒരു സ്വർണത്തിന്റെ പോലത്തെ, എല്ലാത്തിനും ആ ഒരു നിറമാണ് അല്ലെ? അപ്പൊ സ്വർണത്തിന്റെ പോലത്തെ നിറം. അപ്പൊ അത് ഓർക്കാനായിട്ട് ഗോതമ്പ് ഗായിൽ തന്നെ തുടങ്ങുന്നതാണ് ഗിരിജ. അപ്പൊ ഗിരിജയ്ക്ക് നല്ല സ്വർണത്തിന്റെ നിറമാണ്. സോന കൂട്ടി വരുന്നത് രണ്ടും ഗോതമ്പാണെന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോ ഗോതമ്പിന്റെ പ്രധാന സങ്കരയിനം വിത്തുകളാണ് ഗിരിജ, കല്യാൺ സോന. സ്റ്റാർ ഉണ്ട്, നോട്ട് ചെയ്യുക, PYQ ആണ്. പിന്നെ സോനാലിക, അതിലും ഒരു സോനയുണ്ട്. അപ്പൊ സോന ഗിരിജ നമ്മളുടെ ഗോതമ്പിന്റെ സങ്കരയിനം. അടുത്തത് കുരുമുളകിൽ ഏറ്റവും കൂടുതൽ PYQ വന്നിട്ടുള്ളത് പന്നിയൂരാണ്. പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ അത് 6 വരെയാണ്. അപ്പൊ പന്നിയൂര് കുരുമുളക് അത് നമുക്ക് ഓർക്കാനായിട്ട് നല്ല പന്നിയിറച്ചി, കുരുമുളക് ഇട്ട് വെച്ച പന്നിയിറച്ചി ഓർത്താൽ മതി കേട്ടോ. അപ്പൊ കുരുമുളക് ഇട്ട് വെച്ച പന്നിക്കറി, പന്നിയൂര്. അപ്പൊ പന്നിയിറച്ചി, പന്നിയൂര്, കുരുമുളക് വെച്ചിട്ട് കുരുമുളക് പന്നിയൂര് സ്ഥലമാണ്. ആ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ പേരിലാണ് ആ സങ്കരയിനവും അറിയപ്പെടുന്നത്. അപ്പൊ കുരുമുളക് പന്നിയൂര് 1 to 6 വരെയുണ്ട്. അപ്പൊ പന്നിയിറച്ചി കുരുമുളകും ലിങ്ക് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അടുത്തത് കുരുമുളക് നല്ല കറുത്തിട്ടല്ലേ ഇരിക്കുക, ഒരു കറുത്ത കളർ അല്ലേ? അപ്പോൾ ശുഭകര, കരിമുണ്ട, അതിലൊരു കരാകരിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ കരി വെച്ചിട്ട് കുരുമുളക് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? ശുഭകര, കരിമുണ്ട, കറുത്ത കളർ, കുരു ലിങ്ക് ചെയ്യുക. അടുത്തത് നെല്ല് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിമലയുടെ വെച്ചിട്ട്. അപ്പൊ അതിൻ്റെ കൂടെ 2 ഞാൻ വിട്ടുപോയായിരുന്നു. അത് 2 കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഏഴോമും ത്രിവേണിയും. അപ്പൊ ത്രിവേണി ഇപ്പൊ ശബരി സൂപ്പർ മാർക്കറ്റ് ഉള്ള പോലെ ത്രിവേണിയും ഇല്ലേ? അപ്പൊ ഈ ത്രിവേണിയിൽ 7 ദിവസവും നെല്ല് കിട്ടും. മീൻസ് 7 ദിവസം അരി സുലഭമായിട്ട് കിട്ടുന്നുള്ള രീതിയിൽ ഏഴോമും ഓർക്കുക. അപ്പൊ ഏഴോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ഏഴോമും ത്രിവേണിയും കൂടെ ഒന്ന് ലിങ്ക് ചെയ്യുക. ഓക്കെ. നെല്ല് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അടുത്തത് കശുവണ്ടിയുടെ പ്രധാന സങ്കരയിനമാണ് കനക, ധനശ്രീ, അമൃത, ആനക്കയം, മടക്കത്തറ. അപ്പോ കശുവണ്ടി. അപ്പൊ കശുവണ്ടിയുടെ കാഷ്യൂനട്ടിന് നല്ല വിലയാ അല്ലേ? അപ്പൊ കനകം എന്താണ്? കനകം സ്വർണമാണ്. അപ്പോൾ കനകാധനശ്രീ, അപ്പൊ സ്വർണത്തിന്റെ പോലെ നല്ല വിലയാണ് അതിനല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് സ്വർണത്തിന്റെ വിലയാണ്. സ്വർണത്തിന്റെ അത്രയൊക്കെ അത്ര വേണ്ട, എന്നാലും അതുപോലെ ധനവെണ്ണി കൊടുക്കണം, ധനശ്രീ. അപ്പോഴാണ് അമൃതം പോലെ കുറച്ച് കിട്ടുന്നത് കശുവണ്ടി, വില കൂടുതലായതുകൊണ്ട്. അപ്പോൾ ധനശ്രീ, അമൃത കശുവണ്ടിയാണ്. പിന്നെ ആനക്കയവും മടക്കത്തറയും സ്ഥലങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കശുവണ്ടിയായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ ആനക്കയം മണ്ണും മടക്കത്തറയും. പിന്നെ കശുവണ്ടി തറയിൽ വെച്ച് തല്ലുകയല്ല ചെയ്യുന്നത്. അപ്പം മടക്കത്തറ അത് വെച്ചിട്ട് ഓർക്കാം. കശുവണ്ടി ഇങ്ങനെ തല്ലിയല്ലേ പൊട്ടിച്ചെടുക്കുന്നത്. അപ്പം തറയിൽ വെച്ച്
പൊട്ടിക്കുന്നത്. പിന്നെ സ്ഥലങ്ങളുടെ പേരാണ് ഇത് രണ്ടും, അത് വെച്ച് ഓർക്കുക. ഇതല്ലാണ്ടും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആനക്കയം 1, മടക്കത്തറ 2നും സ്റ്റാറുമുണ്ട്. കനക, ധനശ്രീ, അമൃത ഇതെല്ലാം എന്താണ്? അണ്ടിപ്പരിപ്പാണ്, കശുവണ്ടിയാണ്. അടുത്തത് ഏലം, സ്റ്റാറുണ്ട്, PV1 കേട്ടോ. ഏലത്തിന് സ്റ്റാറുണ്ട്, PV1 ആണ്, ഓർത്ത് വയ്ക്കുക. ഏലം PV1 സ്റ്റാറുണ്ട്. അടുത്തത് എള്ളാണ്. എള്ളിന്റെ പ്രധാന സങ്കരയിനം തിലോത്തമ, തിലധാര, തിലക്. എള്ള എങ്ങനെ ഇരിക്കുക? എള്ള് ഇതിങ്ങനല്ലേ ഇരിക്കുന്നത്, കറുത്ത കളറിൽ. ശരിക്കും ഒരു തിലകം പോലല്ലേ ഇരിക്കുന്നത്, തിലകക്കുറി, ഒരു പൊട്ട് പോലല്ലേ ഇരിക്കുന്നത്. ആ പൊട്ട് വെച്ചിട്ട് എന്ത് ഓർക്കാം? തിലക് 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 വെച്ച് ഓർക്കാം. തിലോത്തമയോർക്കാം, സ്റ്റാറുണ്ട്. തിലധാരയോർക്കാം, പിന്നെ തിലകും ഓർക്കാം. അപ്പൊ ഈ മൂന്നും തിലക് 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 വെച്ച് ഓർക്കാമല്ലോ. ഓക്കെ, പിന്നെ അടുത്ത പ്രധാന വിത്ത് നമുക്ക് നോക്കാം. അടുത്തത് മഞ്ഞളാണ്. മഞ്ഞളിന്റെ കാന്തിയും ശോഭയും, അത് വെച്ചിട്ട് കാന്തി, ശോഭ, മഞ്ഞൾ സിമ്പിളായിട്ട് ഓർക്കാം. മഞ്ഞൾ, കാന്തി, ശോഭ ഓർക്കാം. അടുത്തത് കറുവാപ്പട്ട. കറുവാപ്പട്ടയ്ക്ക് നല്ല സുഗന്ധമാണ് അല്ലെ. കറുവാപ്പട്ടയ്ക്ക് ആ പേര് പോലെ തന്നെ, സുഗന്ധം പോലെ തന്നെ, സുഗന്ധിനി, സ്റ്റാറുണ്ട്. അപ്പൊ കറുവാപ്പട്ട, സുഗന്ധിനി, സ്മെല്ല്, സ്റ്റാറുണ്ട്. അടുത്തത് കരിമ്പ്. കരിമ്പിന് നല്ല മധുരമാ, പേരിലും ഉണ്ട്. തിരുമധുരം, മാധുരി, മധുരിമ. അപ്പൊ മധുരം, മധുരം, മധു ഒക്കെ ചേർന്ന് വന്നാൽ എന്താ? കരിമ്പിന്റെയാണ്. പിന്നെ തിരുമധുരം, സ്റ്റാറും ഉണ്ട്. അടുത്തത് മത്തൻ. മത്തൻ ഇങ്ങനല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെയാണ് മത്തൻ ഇരിക്കുന്നത് അല്ലേ. അപ്പം മത്തൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അമ്പിളിയെ പോലെ തോന്നുമല്ലോ. ആര്? ചന്ദ്രനെ പോലെ തോന്നുമല്ലോ, പൂർണ്ണ ചന്ദ്രനെ പോലെ ആ ഒരു കളറിൽ, സ്വർണ്ണ കളറിൽ തോന്നുമല്ലോ. അമ്പിളി ഓർക്കാം. പിന്നെ സുവർണം, സുവർണം, അമ്പിളി. അപ്പോൾ സുവർണയും അമ്പിളിയും ആ മത്തന്റെ ഷേപ്പ് പോലെ, നല്ല അമ്പിളി പോലെ, നല്ല സുവർണ, നല്ല വർണ്ണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ള രീതിയിൽ മത്തൻ നമുക്ക് അമ്പിളിയും സുവർണയുമാണ് ഓർത്തു വയ്ക്കാം. അടുത്തത് പടവലമാണ്. പടവലത്തിന്റെ എന്താണ്? കൗമുദി. കൗമുദി എന്ന് വെച്ചാൽ എന്താണ്? നിലാവാണ് അല്ലേ. അപ്പൊ പടവലം, പടവലത്തിനൊരു വൈറ്റ് കളർ അല്ലേ. അപ്പൊ ശരിക്കും എന്താണ്? അതിൽ നിന്ന് ഒരു നിലാവടിക്കുന്ന പോലെ ആ വെള്ള കളർ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ലേ. ഇപ്പോൾ ഏകദേശം ഒരു സന്ധ്യയാണേലും പടവലം തൂങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് ഈ വെള്ള കളർ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ചന്ദ്രന്റെ നിലാവ് പോലെ നമുക്ക് തോന്നൂലേ. അപ്പൊ കൗമുദി പടവലമാണെന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പ്രധാനപ്പെട്ട SCERT ഫുള്ള്, അതുകൂടാതെ പ്രധാനപ്പെട്ട സ്ഥിരമായിട്ട് ചോദിക്കുന്ന സങ്കരയിനം വിളകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോവുക. ഇതിനോടൊപ്പം പ്രധാനപ്പെട്ട നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് ആഡ് ചെയ്ത് പഠിച്ചാൽ മതി. ഇതൊട്ടും വിട്ട് കളയരുത്. ഇന്ന് നമ്മൾ പഠിച്ചത് ഫുള്ളായിട്ട് പഠിക്കുക. അതുപോലെ പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള ധാരാളം ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ കമൻറ്റ് നമ്പരൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൽ പേജിൽ കയറി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഫോൺ നമ്പരൊക്കെ ചോദിക്കുന്നവരോട് പറയുകയാണ്, നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫേസ്ബുക്ക് പേജിൽ കയറി ഫ്രണ്ട്ലി PSC, ഇതേ ഫ്രണ്ട്ലി PSC എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നമുക്കുണ്ട്. അതുപോലെ PSC ട്രിക്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടും ഉണ്ട്. ഇപ്പോൾ രണ്ടിലും ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മളുടെ ഫ്രണ്ട്ലി PSCയുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നോക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസ്. അതുപോലെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ പ്ലേലിസ്റ്റ് നോക്കുക, പഠിക്കുക, അതിലെ ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക.